അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് പറഞ്ഞാൽ സോളാർ പാനലിൻ്റെ വർക്കാണ്. 6 പാനലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. 6 പാനൽ എന്ന് പറഞ്ഞാൽ 3 കിലോ വാട്ട്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് തുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോർഷനിലാണ് നമ്മൾ സ്ട്രക്ചർ വരുന്നത്. നമ്മൾ സ്ട്രക്ചർ അടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സൈറ്റിനനുസരിച്ചാണ് നമ്മൾ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതും അതിനനുസരിച്ചുള്ള സ്ട്രക്ചർ പണിയാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. 3 പൈപ്പും 1.5 പൈപ്പുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോളോടെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പാനൽ വന്നിട്ട് അദാനി ഗ്രൂപ്പിൻ്റെ പാനലാണ്, ബൈഫേഷ്യലാണ്. 2 സൈഡും ഒരേപോലെ ആയിരിക്കും കാണാനുണ്ടാവുക. അതായത് മുകളിൽ നിന്നും താഴ്ന്ന് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള അതും കൂടി ആകുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറച്ചുകൂടി ബെറ്ററായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പാനൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാനലാണ് നമ്മൾ ഇവിടേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഏകദേശം എല്ലാവരും നമ്മൾ അടിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു 6 പാനലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ പൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ താഴത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് ലെവലാക്കി ഡെമ്മി കാര്യങ്ങളൊക്കെ അടിച്ച് ഒക്കെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പെയിൻ്റ് അടിക്കാൻ പ്രൈമർ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ എല്ലാം നമ്മുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ലെവലായിരിക്കും. അതായത് സ്പിറ്റ് കാര്യങ്ങളിലെല്ലാം വെച്ച് നമ്മൾ ലെവലാക്കിയിട്ടാണ് അടിക്കുക. കാരണം നമ്മുടെ പാനൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിഞ്ഞോ മടങ്ങിയോ നിന്ന് കഴിഞ്ഞാൽ അതിലെ ഗ്ലാസ് ക്രാക്ക് ആവാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും അതിൻ്റെ സ്പിറ്റ് കറക്റ്റാക്കണം. അതെല്ലാം ചെയ്ത് നമ്മൾ പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ വെൽഡിങ് കഴിഞ്ഞാണ്. നമ്മൾ താഴത്തുനിന്ന് തന്നെ എല്ലാം കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് മുകളിൽ കയറ്റി സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പണി ഇത്തിരി എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ഫുള്ള് സ്പിറ്റാക്കിയത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കേട്ടോ. നോക്കിയാൽ നമ്മൾ എല്ലാം സ്പിറ്റ് ലെവൽ കറക്റ്റാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ലൈറ്റിങ് അറസ്റ്റിൻ്റെയും അതേപോലെ സ്പിറ്റ് ലെവൽ നമ്മൾ കറക്റ്റാക്കി എല്ലാം സെറ്റാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഇതിൽ നമ്മൾ 6 പാനൽ വരുന്ന അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പാകത്തിനുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് 3 പൈപ്പിൻ്റെ ഇടയിൽ ആ ഹോൾഡർ തൂങ്ങി കിടക്കുന്ന ഒരു ഇടഭാഗം വന്നിട്ട് ഒരു ആൾക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പാകത്തിന് ആ ഏടി വെച്ച ഭാഗത്തായിട്ട് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിൻ്റെ പണി ഫുള്ളായി കഴിഞ്ഞതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ പണി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ താഴത്തുനിന്നൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. താഴത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ട്. നമ്മൾ ആ മുകളിലുള്ള പോർഷൻ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടില്ല. കാരണം ബാക്കിൽ അവർക്ക് വാട്ടർ ടാങ്ക് വെക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട്